അതായത് വിവരാവകാശത്തിലെ വകുപ്പ് 24 അതില് അഴിമതി സംബന്ധിച്ചോ പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ചോ ഉള്ള അപേക്ഷകളാണെങ്കിൽ അത് അപേക്ഷകന് അതിലെ വിവരങ്ങൾ നൽകണമെന്നാണ് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 24 പറയുന്നത്. ഇവർ ഈ സാധാരണ എല്ലാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരും ഒക്കെ ചെയ്യുന്നത് 81H, അതായത് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 8(1)H, അതായത് അതൊരു മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തെറ്റാണ്. അത് അഴിമതി സംബന്ധിച്ച് ഇപ്പൊ MR അജിത്കുമാറിനെതിരെ നഗ്നമായ അഴിമതി ലംഘനങ്ങൾ, അഴിമതികളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. മീഡിയാസിലും കോടതി വഴിയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് നൽകാവുന്നതാണ്. അതായത് അജിത് കുമാറിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അത് ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അഴിമതി സംബന്ധിച്ചുള്ള അപേക്ഷകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 24 പ്രകാരം മനുഷ്യാവകാശ ലംഘനങ്ങളോ അഴിമതിയോ സംബന്ധിച്ച കറപ്ഷൻ ഓർ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പ്രത്യേക വകുപ്പിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല സുപ്രീം കോടതി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് രാജ്യത്തിന്റെ വിശാല താല്പര്യത്തിന് ഇത് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം. അപേക്ഷ നിങ്ങളും ചോദിച്ചിരുന്നോ? ഈ ഇയാളുടെ സെൽഫ് ഡിക്ലറേഷൻ നിങ്ങളും ചോദിച്ചിരുന്നോ? ഇല്ല, ഞാൻ ചോദിച്ചു. ഞാൻ DGP ഓഫീസിൽ ചോദിച്ചപ്പോൾ ഇവർ ഇതേ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നില്ല. എന്നിട്ട് പിന്നെ നമ്മളിപ്പോ കോടതിയിലൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പൊ കോടതി വഴി തന്നെ എല്ലാം വിളിച്ചു വരുത്തിക്കോളും. കോടതിക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ, അതെല്ലാം വിളിച്ചു വരുത്തും. പിന്നെ ഈ റിപ്പോർട്ടും ഇവർ കൊടുത്ത റിപ്പോർട്ടിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തിട്ടുണ്ട് കോടതി വഴി. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ നടത്തിയ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണോ? അതെ. അതായത് ഇവര് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതായത് കോടതി ഇപ്പൊ നേരിട്ട് അന്വേഷിക്കുകയാണ്. അപ്പൊ അതില് കോടതി എന്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി 30-ാം തീയതി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവരുടെ ഈ ശമ്പളം, അതായത് ഇവർ ഒരു ജോലിയും ചെയ്യാതെ DYSP ഷിബു പാപ്പച്ചനും അതിന്റെ സൂപ്പർവൈസിംഗ് ഓഫീസറായ SP ജോണിക്കുട്ടി, ഇവർക്ക് രണ്ടുപേരുടെയും സെപ്റ്റംബർ മുതലുള്ള സാലറി, സെപ്റ്റംബർ മുതൽ 4 മാസമാണ് ഇവർ അന്വേഷിച്ചത്. അത് അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അതെല്ലാം ഈ അന്വേഷണ വീഴ്ചകളും ഇതെല്ലാം കോടതി കണ്ടെത്തി ഇവരുടെ വിജിലൻസ് റിപ്പോർട്ടിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. കോടതി തള്ളിക്കഴിഞ്ഞു. അപ്പൊ കോടതി ഇവർ ശരിയായിട്ട് അന്വേഷിച്ചിട്ടില്ല, അതായത് വിജിലൻസ് മാനപ്രകാരമുള്ള യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല, ചെക്ക് പീരീഡ് കണക്കാക്കിയിട്ടില്ല, ഇദ്ദേഹത്തിന്റെ മൂവബിൾസ് ഇമ്മൂവബിൾസ് പ്രോപ്പർട്ടിന്റെ വാല്യുവേഷൻ കണക്കാക്കിയിട്ടില്ല, അവരുടെ വീടും അവരുടെ ബാങ്ക് ലോക്കേഴ്സ് ഒക്കെ സെർച്ച് ചെയ്ത് ഇതൊക്കെ ചെയ്യേണ്ടതാണ്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതൊക്കെ ലളിതവുമായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP അതിന്റെ അതിൽ സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവര് ഈ അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് ഇവരുടെ ഈ 4 മാസം ഇവർ വെറുതെയാണ് ശമ്പളം വാങ്ങിച്ചിരിക്കുന്നത്. ആ സാലറി ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കണമെന്നാണ് എന്റെ ആവശ്യം. അതിനെ സംബന്ധിച്ച് നിയമ നടപടികളും ഇതിനോടൊപ്പം സ്വീകരിക്കുന്നതാണ്.